മോഹൻലാലിന്റെ മകൾ വിസ്മയും അച്ഛന്റെയും ചേട്ടന്റെ വഴിയും സിനിമയിൽ അരങ്ങേറിക്കഴിഞ്ഞു. ജൂഡ് ആന്റണി ഒരുക്കുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെ താരപുത്രത്തിലൂടെ അരങ്ങേറ്റം. ചിത്രത്തിൽ കെ.എസ്. ചിത്ര ആലപിച്ച ആദ്യ ധ്യാനം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. പാട്ടിലെ വിസ്മയുടെ പ്രകടനത്തെ വിലയിരുത്തിയും അനുകൂലിച്ചും വിമർശിച്ചും പ്രതികരണങ്ങൾ വന്നിരുന്നു. മാത്രമല്ല, ഒരു ഇടവേളയ്ക്ക് ശേഷം നെപ്പോട്ടിസം എന്ന വാക്ക് വീണ്ടും ചർച്ചയാവുകയും ചിലർ മക്കൾക്ക് വേണ്ടി പണം മുടക്കി സിനിമ എടുത്തുവെന്ന് മോഹൻലാലിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നവരുണ്ട്. ആ സാഹചര്യത്തിൽ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ഹരികൃഷ്ണൻ എന്ന അക്കൗണ്ടിൽ നിന്നാണ് കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. മകളുടെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കാനായി പണം മുടക്കിയതിന് നടനെ വിമർശിക്കുന്നത് ശരിയല്ലെന്ന് കുറിപ്പിൽ പറയുന്നു. ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ്: നെപ്പോട്ടിസം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഒരു അളവുകോൽ എല്ലാവർക്കും ഉപയോഗിക്കുന്നില്ലേ? വിസ്മയോടെ സിനിമ തുടക്കത്തിലെ ഒരു ഗാനം പുറത്തു വന്നതോടെ വീണ്ടും നെപ്പോട്ടിസം എന്ന വാക്ക് ട്രെൻഡിങ്ങായി. ആദ്യം ഒരു കാര്യം ചോദിക്കാം. സ്വന്തം മകളോ മകനോ ഒരു സ്വപ്നവുമായി അച്ഛൻ്റെ മുന്നിൽ വന്നാൽ അതിനുള്ള കഴിവും സാമ്പത്തിക സാഹചര്യമുള്ള ഏതൊരച്ഛനും കഴിയുന്ന ഏറ്റവും മികച്ച അവസരം ഒരുക്കിക്കൊടുക്കുന്നതല്ലേ? അല്ലാതെ "ഇല്ല, നീ എന്നെപ്പോലെ കഷ്ടപ്പെട്ട് ഇതൊക്കെ തന്നെയാണ് വരേണ്ടത്, ഞാൻ സഹായിക്കില്ല" എന്ന് ഇന്നത്തെ കാലത്ത് ആരും പറയുന്നെന്ന് തോന്നില്ല. സിനിമയാണെങ്കിലും അതെ, ബിസിനസ്സാണെങ്കിലും അതെ, രാഷ്ട്രീയമായാലും അതെ, അത് മനുഷ്യൻ്റെ സ്വാഭാവിക സ്വഭാവമാണ്. പിന്നെ സിനിമയിൽ മാത്രം അത് മഹാപാതകമാകുന്നത് എന്തുകൊണ്ട്? മോഹൻലാൽ ചെയ്തത് എന്താണ്? സ്വന്തം പ്രൊഡക്ഷൻ ഹൗസിൻ്റെ സിനിമയിൽ സ്വന്തം മകളെ അവതരിപ്പിക്കുന്നു. അതിനായി മറ്റൊരു നിർമ്മാതാവിനെ നിർബന്ധിച്ചില്ല. മറ്റൊരാളെ സിനിമയിൽ നായികയാകാൻ ശുപാർശ ചെയ്തതുമില്ല. മറ്റൊരാളുടെ അവസരം തട്ടിയെടുത്തിട്ടില്ല. സ്വന്തം പണം മുടക്കിയാണ് ചെയ്യുന്നത്. അത് തെറ്റാണോ? സ്വന്തം സമ്പാദ്യം എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മോഹൻലാലോ അതോ സോഷ്യൽ മീഡിയയാണോ? ഇവിടെയാണ് മറ്റൊരു രസകരമായ കാര്യം. മലയാള സിനിമയിൽ ചില മെഗാ താരങ്ങളുടെ മക്കൾക്ക് അവർ പിന്തുണ കൊടുത്തിട്ടില്ല എന്നൊരു കഥ ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ആരും വിശ്വസിക്കില്ല എന്നതാണ് സത്യം. ഒരു പോസ്റ്റർ ഷെയർ ചെയ്തില്ലെന്ന് കരുതി പലരും പിന്തുണ ഇല്ലാതാകില്ല. ഒരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ, സംവിധായകരെ കണ്ടെത്തുമ്പോൾ, ടെക്നീഷ്യന്മാരെ തീരുമാനിക്കുമ്പോൾ, ഇൻഡസ്ട്രിയിലെ ബന്ധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ലെന്ന് പറയുന്ന സാധാരണ പ്രേക്ഷകരെ പോലും ചെറുതാക്കി കാണേണ്ടതാണ്. മകൻ്റെ ചില ചിത്രങ്ങളും കഥയും തിരക്കഥയും വായിച്ചു കേട്ട് അഭിപ്രായം പറയുന്നത് മുതൽ മകൻ്റെ ആദ്യ പടത്തിൻ്റെ റിലീസിന് മുമ്പ് ഇൻഡസ്ട്രിയിലെ പ്രമുഖർ പങ്കെടുത്ത ലോഞ്ച് നടന്നതുമൊക്കെ ആ പ്രിവിലേജ് മകന് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ്.